ടെക്നോയുടെ ടെക്നോ പോവ ന്യൂ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 15,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ ന്യൂ 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ 3 സെക്ഷനായിട്ടാണ് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഇതുപോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്, വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ആദ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം 5G സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13ഓളം 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് വരുന്നത് ഭയങ്കരം എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ആണ് എന്നൊന്നും വിചാരിക്കരുത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് അവർ തന്നെ പറയുന്നത് 5G സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ 13 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ 5G ഫോൺ ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. പിന്നെ പറയേണ്ട ഒരു കാര്യം 6000 mAh ബാറ്ററി വരുന്നുണ്ട്. മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഡിസ്പ്ലേയുടെ കാര്യമാണ്. ഈ ഫോണിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ 5G സപ്പോർട്ടിന്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയാൻ പറ്റിയിരുന്നു. എന്നാൽ ഈ ഫോണിലെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 5G സപ്പോർട്ടിന്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ എന്നുള്ളത് വലിയ തരക്കേടില്ലാത്തൊരു ഫീച്ചറാണ് എന്ന് പറയാം. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് പഞ്ചോൾ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതൊക്കെ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന കാര്യമാണ്. പിന്നെ ഫോണിന്റെ തിക്നെസ് വരുന്നത് 9.47 mm ആണ്. ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സഫയർ ബ്ലാക്കും അതുപോലെ തന്നെ സ്പ്രിന്റ് ബ്ലൂവും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ബെസ്റ്റ് അല്ലെങ്കിലും തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രോസസ്സറിന്റെ കാര്യം. ഈ ഫോണിൽ mediatek dimensity 810 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്, വളരെ മോശമാണ് എന്നും പറയാൻ പറ്റില്ല. അപ്പം തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 4GB റാം 128GB ഇന്റേണലാണ് ഇതിൽ വരുന്നത്. LPDDR4Xന്റെ റാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1TB വരെ മെമ്മറിയൊക്കെ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ മെമ്മറി ഫ്യൂഷൻ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് റാം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. DTS ഓഡിയോ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഫീച്ചേഴ്സൊക്കെ സാധാരണ കാണാറുള്ളതാണ്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഹൈവർ സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ക്യാമറയാണ്. ഇപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസറും പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്യാമറ ടെസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. പിന്നെ കുറച്ചൊന്ന് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അവർക്ക് കൊടുക്കായിരുന്നു. ഒരു 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 15,499 രൂപയാണ്. സെപ്റ്റംബർ 26 മുതലാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില ഫോണുകളിലൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫോണുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില ഫോണുകളിലാണെങ്കിൽ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്ത ചില ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ
ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.